ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാം ത്രിപുരയിലാണ്. കുറച്ചധികം ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ ത്രിപുരയിൽ തന്നെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ പയ്യാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ദുംബൂർ പോണ റൂട്ടിലാണ്. അംബസയിലാണുള്ളത്. അംബസയിൽ നിന്ന് ദുംബൂർ പോണ റൂട്ടിലാണുള്ളത്. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ഒരു ഉള്ളേരിയ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലേ ഇതാണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പരിസരത്ത്. നമ്മളിപ്പോൾ അംബസയിലാണുള്ളത്. അംബസയിൽ നിന്ന് കുറച്ച് മാറിയായിട്ടുള്ളത്, അതായത് ദുംബൂർ പോണ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പോകണമെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പയ്യെ യാത്ര ചെയ്യാട്ടോ. അല്ലേ ഓട്ടോ സർവീസുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഫുള്ളും മറ്റേതാണ്ടെ ഇലക്ട്രിക് ഓട്ടോയാണ് കൂടുതലുള്ളത്. മറ്റേ ഇതൊന്നുമില്ല കേട്ടോ, പെട്രോള് ഡീസൽ ഓട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല. കൂടുതൽ ഇതേപോലെയുള്ള ഇലക്ട്രിക് വണ്ടികളാട്ടാ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് കേട്ടോ. ആകെ ഇടങ്ങേറാണ് ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സഞ്ചരിക്കുന്ന റൂട്ടാണ് ഈ കാണുന്നത്. റൂട്ട് ആകെ സീനാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മഴ ഉണ്ടാകുന്നുണ്ട് രാത്രി. ആ മഴയത്ത് വന്ന വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. സീനാണ് മക്കളെ. ഇവിടെ നിന്നിപ്പോൾ കുറേ അങ്ങോട്ട് പോയിക്കാനാലുണ്ട് ഏതെങ്കിലും ഒരു ഗ്രാമം കിട്ടുള്ളൂ. അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ളുള്ളത് ട്രൈബ്സ് ആണ് കേട്ടോ. ട്രൈബൽ ഏരിയ ആണ്. അതായത് റിയാങ് ഉണ്ടാവും, ചക്മ ഉണ്ടാവും, പിന്നെ ത്രിപുര എന്ന് പറഞ്ഞൊരു ട്രൈബ്, അതായത് ത്രിപുരയുള്ള തന്നെ ട്രൈബ് തന്നെയാണത്. ചക്മയൊക്കെ പുറത്തുള്ളതാണ് കേട്ടോ. അവർ പണ്ട് വന്നതാണ് ഇവിടെ. പിന്നെ റിയാങ്ങൊക്കെ ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല ഇതേപോലെ ചെറിയ ചെറിയ അരുവികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളവും കാര്യങ്ങളൊക്കെ മോശം കേട്ടോ. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ട് എന്ത് മനോഹരമാണ് നിങ്ങൾ നോക്കിയേ. അടിപൊളി ഫീലാണ്ട് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ വെയിലൊന്നുമില്ല കേട്ടോ. ഓക്കെ, സ്വസ്ഥമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ഉള്ളതായിരിക്കുള്ളൂ. പക്ഷെ എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു റൂട്ടൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത് ശരിക്കും വന്നത് ത്രിപുരയിലാണ്. അതായത് ത്രിപുരയിലെ അംബസയിൽ നമ്മൾ ദുംബൂർ പോണ റൂട്ടാണ് കേട്ടോ. അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. റോഡ് കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് ബംഗ്ലാദേശ് ബോർഡറൊക്കെ പോകാൻ പറ്റും കേട്ടോ. നമ്മളെന്തായാലും കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കണത്. നമ്മൾ ഫോണിൽ കുറച്ച് പയ്യന്മാരൊക്കെ കണ്ടിട്ടാ. ഹായ്, आपका नाम क्या है? समुएल. आपका नाम क्या है भैया? अच्छा, आप लोग किधर गए भैया? जाऊंगा अभी दुम्बूर का. अच्छा मेरे वो अम्बसा है हम लोग का जो घर है ना. अच्छा ഇതാണ്ട് വേണ്ട വണ്ടി. നമ്മൾ പോണ വയ്ക്കാണ്ട് ഭയ്യ. താങ്ക് യു. പിന്നെ എനിക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളും തന്നിട്ടാ. बहुत दूर है. और कितना किलोमीटर होगा शायद? 70 से ऊपर होगा. 70-80 ऊपर है. अच्छा. दुम्बूर में ऊपर का व्यू किधर देखा? व्यू पॉइंट बहुत इधर में व्यू पॉइंट 2 जगह है. और एक जगह तुम्हारा वो उधर मुंगतांग. हाँ, अच्छा. उधर में व्यू जगह बोलने से पहाड़ है ना, पहाड़ के ऊपर में क्या नाम है? मुंगतांग. हाँ, मुंगतांग. ये आगे से गंगानगर से राइट मारना पड़ेगा. मुंगतांग. और जो दुम्बूर बोल रहे दुम्बूर स्ट्रीम मारना पड़ेगा. अच्छा. और आप लोग सदर है? आप सदर है? नहीं केरला का है. मैं केरला का इधर हम लोग का अगरतला में वो रबर इंडस्ट्री. हाँ, रबर इंडस्ट्री में बहुत है. मैं माल लेके जाता हूँ ना. आमपासा में केरल गाड़ी देखा मेरा. किधर? केरल का गाड़ी आमपासा है. गाड़ी बहुत बड़ा गाड़ी का बोल रहे हैं. 10 चक्का का गाड़ी, 12 चक्का का गाड़ी. അവരൊക്കെ വെള്ളമൊക്കെ തന്നിട്ട് പോയേട്ടാ. ഈ കാണുന്ന ദീദിമാരെ കണ്ടില്ലേ, ഇവർ വിറക് ശേഖരിച്ച് കൊണ്ടുപോകണം കേട്ടോ വീട്ടിലേക്ക്. അതിങ്ങനെ കൊട്ടയിലാണ്ട് കൊണ്ടുപോകണം. എൻ്റെ ഒരു ദീദി പോകുന്നുണ്ട്. പിന്നെ ഒരു ദീദിയുടെ വീട് മേളിലാന്ന് തോന്നട്ടാ. ഇതൊരു TSRൻ്റെ ക്യാമ്പാണ്. ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസിലെ. നല്ല കയറ്റമുണ്ട് കേട്ടോ അത്യാവശ്യം പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ പോണ വഴിയിലൊക്കെ ഇതേപോലെ ചെറിയൊരു ഇത് കാണാനുള്ളത്. ഇതൊക്കെ എന്താ പറയുക, ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഇതാണ് കേട്ടോ. എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ ചെറിയ ടെമ്പിളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കല്ലിൽ ഇങ്ങനെ അതൊക്കെ വെച്ചിട്ട് പൂജിക്കും കേട്ടോ. എനിക്കറിയില്ല കറക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. പക്ഷേ അങ്ങനൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഈ ഏരിയയിൽ ഫുള്ള് കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നത് റിയാങ് ആണ് തോന്നുന്നത്. റിയാങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ത്രിപുര എന്നും കൂടെ പറയുന്ന ഒരു ട്രൈബ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ട്രൈബുകളുണ്ട്. ട്രൈബൽ ഏരിയ ആണ് ഈ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയേണ്ട.
ഇവിടെ ഇതേപോലെ ഒരുപാട് കല്ലുകൾ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ വന്നോയിക്കണ്ടിട്ടാ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. ഇപ്പോഴാണ് ഞാനിത് കണ്ടത് കേട്ടോ. പക്ഷേ ഇതിൽ വേറൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ തിരി കത്തിക്കാൻ വേണ്ടി തോന്നുന്നത് അവിടെ മറ്റേ ഇതില്ലേ എണ്ണയില്ലേ, എണ്ണയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കൊന്ന് വിളക്ക് കത്തിക്കാനാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട്. എനിക്ക് തോന്നണം അതാണിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ സത്യം പറയാനാ വരച്ചിരിക്കണ കേട്ടോ. കയറി ഇങ്ങനെ വന്നെയാണ്. നല്ല കയറ്റം കേട്ടോ. എല്ലാവരും എന്നോട് പറഞ്ഞ ത്രിപുര ഭയങ്കര പ്ലെയിൻ ആയിരിക്കും, നമുക്ക് നോർമലായിട്ട് ചവിട്ടി പോകാമെന്ന്. പക്ഷേ ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു സൈഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പുറത്തെ സൈഡ് വലിയ കയറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് അകർത്തിലയിലൊക്കെ പോകണ വയ്ക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഓട്ടോ സർവീസുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ജീപ്പുകൾ ഒരുപാട് പോകുന്നുണ്ട്. കൂടുതലും ഇവിടെയുള്ള ഗ്രാമവാസികളുടെ കേട്ടോ. അവിടെ സാധനങ്ങൾ മേടിക്കാനും പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ടൗണിലൊക്കെ പോകണം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ബസ് സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു റൂട്ടിൽ. ഇന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കണ്ടില്ലേ ഇവിടെ ഒന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ, നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒരു കുറേ ദൂരം പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. വീട് കാര്യങ്ങൾ അല്ലെങ്കിൽ വില്ലേജൊക്കെ പോകണമെങ്കിൽ എനിക്ക് 30 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് തോന്നിട്ട് ഞാൻ മാപ്പിലൊക്കെ നോക്കിയിട്ട് അത്രയും കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് കാര്യങ്ങൾ കിട്ടാണ്ട്. എൻ്റെ എയർടെലാണ്, ജിയോക്ക് പിന്നെ റേഞ്ച് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലാട്ടത്. വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പയ്യെ ഇറങ്ങാട്ടെ. ഇപ്പോൾ കുറവുണ്ട്, എന്തായാലും മുന്നോട്ട് തന്നെ പോവാട്ടോ. ഇതും ഒരു ഗ്രാമം കേട്ടോ, ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ പോകണമെങ്കിൽ ആകെ കാണാൻ പറ്റുന്നത് ഇതേപോലെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടല്ലേ. ഇവിടെ ഒന്നും റോഡ് പലയിടത്തും മോശം ഇട്ട് കിടക്കുന്നതാണ്. കാരണം പലയിടത്തും പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാ. പിന്നെ എല്ലാത്തിലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രാമവാസികളുടെ ഇതിൽ. ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ. ഏകദേശം 3 മണിയായിട്ടാ. കാലാവസ്ഥ എനിക്ക് തോന്നുന്നത് ഇനിയും മിക്കവാറും മഴയും കാര്യങ്ങളൊക്കെ പെയ്യും കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ 1 മുതൽ 5 വരെയും ഒക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ. 1 മുതൽ 4 വരെയും അല്ലെങ്കിൽ 1 മുതൽ ഹായ് കേരള. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൂള്. ഹൈസ്കൂളാണ് ഇവിടെ. അത് തന്നെ ഹൈസ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ വിളിച്ച് ചായയും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഹായ് ഭയ്യ, आपका आप लोग का नाम क्या है? लबरा मंगा. हाय ये तो आपका दुकान है ना? अच्छा अच्छा अच्छा. ഹലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടെ വിളിച്ചിരുത്തേണ്ട. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 പിള്ളേരവിടെ ഇപ്പം ഉണ്ടാ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഭയ്യ ആസെ ഗണ്ടേശ്വര कितना दूर है? ऐसे और 33 किलोमीटर. 33. ये गंडेश्वर में कुछ है घूमने के लिए? हाँ वहाँ तो जैसे मार्केट वगैरह है. दूसरा कुछ नहीं है. ये तो नारिकल कुंज है ना? वो नारिकल गोंस वहाँ से और दूर है. अंडसारा से 30 किलोमीटर. मतलब ये दुम्बूर रास्ता है ना? हाँ दुम्बूर. अच्छा अच्छा. दुम्बूर से एक बॉर्डर है ना वो बांग्लादेश का? वो बांग्लादेश का जो बॉर्डर है वो वहाँ तक तो मैं भी ये गया है ना? अच्छा अच्छा अच्छा. ये तो जानकारी नहीं है. गंडासरा में घूमे थे. गंडाचोरा से दुम्बूर जाएगा. दुम्बूर से फिर मैं चाबी मुरा. हाँ अमरापुर. उधर से रास्ता है ना दूसरा. നമ്മൾ പോണ റൂട്ടാണ്ടത്. അപ്പോൾ ഇവർ വിളിച്ചിരുത്തിയാണ്. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് വരെ കാണാൻ വേണ്ടി. താങ്ക് യു ഭയ്യ. അപ്പോൾ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇതിലാണ്ടാ. ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ തീ പോകുകയാണ്. കണ്ടില്ലേ കിട്ടിയ ഭയ്യ. അപ്പോൾ നമ്മൾ പയ്യ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട. അപ്പോൾ വെച്ച് നമ്മൾ സൈക്കിൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ആയി നമ്മളങ്ങനെ 2 ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ്ട് ഇറങ്ങിയത്. പാവട്ട 2 ഗ്ലാസ് ചായയും കാര്യങ്ങളൊക്കെ തന്ന്. ഇനിയിപ്പോൾ എവിടെ എത്തുന്നത് പിടുത്തു വരാട്ടാ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോണത്. ഒറ്റ റൂട്ടും കാര്യങ്ങളും ഉള്ളോട്ടെ ഈ ഒരു വഴിയിൽ. എന്തോ സാധനമൊക്കെ മേടിച്ചിട്ട് വേണം വീട്ടിലേക്ക്. റോഡിൻ്റെ അവസ്ഥ ഇതാണ് മക്കളെ. കണ്ടില്ലേ, ഇതാട്ട മെയിനായിട്ടുള്ള അവസ്ഥ. നമുക്ക് ഇങ്ങനെ എടുത്തു പോവാം. ഇവിടെയും പണിയാണ്. കണ്ടില്ലേ, ഒരു കയ്യിൽ ക്യാമറ ഫോൺ ഓട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇതാണ്.
ഭയങ്കര സീനാണ്ടാ. ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. റോഡ് പണിയൊക്കെ ഈ മഴക്കാലം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേട്ടത്. പലയിടത്തും റോഡിൻ്റെ ഇതൊക്കെ കല്ല് കാര്യങ്ങളൊക്കെ വിരിക്കാണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ മുളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവർ വിൽക്കുമെന്ന് തോന്നട്ടെ, എനിക്കറിയില്ല. നമ്മൾ ആരെയും കണ്ടില്ല കേട്ടോ ഇവിടെ, അല്ലെങ്കിൽ അതിൽ ചോദിച്ചു നോക്കാറുണ്ട്. ഇപ്പോഴാണ് മുളയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കണുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോണേക്ക് ചെറിയ ചെറിയ കടകൾ കാണും. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് സംസാരിക്കും, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ ആൾക്കാരൊന്നും അങ്ങനെ കാണൽ കുറവാണ് ഈ ഒരു ഏരിയയിൽ. എല്ലാവരും എനിക്ക് തോന്നുന്നു കൃഷിയിടത്തിലേക്ക് പോയി തോന്നട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ട്രൈബൽസാണ്. അത് കാരണം ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, വാഴക്കൃഷി, വാഴപ്പഴം ഉണ്ടാക്കി കിടക്കണം കണ്ടില്ലേ. പിന്നെ അത് നാരങ്ങ ഉണ്ടാ തൂങ്ങിക്കിടക്കണം. പിന്നെ ഫ്രണ്ട് ടയർ പഞ്ചറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏറെ നല്ല രീതിയിൽ കുറവുണ്ട്. ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ ആളുണ്ട്. നമുക്കല്ലേ റോഡ് സീനാണ്. ഇവിടെ കുറേ പിള്ളേർ ഓടി വന്നിട്ടാ. ഹായ്, റോഡ് പണി നടക്കണേട്ടാ. ഹായ് ഹായ്, दिया साइकिल दे. नाम क्या है? नाम नाम सोने के. हाँ हाँ, सोने के दी. सोने के दी. नाम क्या है आपका? सिक्का जुरिया. ओ, आप लोग का नाम क्या है? एक हाय करो. अच्छा, नाना की कुഴപ്പമില്ല, എനിക്ക് പോട്ടെ. एक हाय करो. हाय करो, मत करना. क्यों क्यों? हाय करो. हाय हाय करो. हाय करो. हाय करो. अब हाय करो. हाय करो. करो. पैसा क्यों? क्यों पैसा दे? അച്ഛാ, അവൻ പറഞ്ഞിട്ടില്ല പൈസ നല്ല ഹായ് തരുള്ളൂന്ന്. അവൻ ആള് കില്ലാടിയാണ്ട. ഓക്കെ ठीक है. पैसा क्यों? किसके लिए पैसा? ബെല്ലടിച്ചോ. പൈസ പിള്ളേരാളെ. റോഡ് സീനാണ് കേട്ടോ. റോഡ് ഇവിടെ ഹായ്, റോഡ് ഇവിടെ പണിതണ്ടിരിക്കണ കേട്ടോ. കാരണം മണ്ണ് ഇടിച്ചിടിച്ചിടിച്ച് ഇവിടെ റോഡ് വീതി കൂട്ടണേണ്. പിള്ളേരൊക്കെ ആൾക്ക് ഇല്ലാടികളാട്ടോ. അവന്മാർക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഹായ് കാണിക്കുള്ളൂ. പൈസക്ക് വേണ്ടി നിൽക്കണേണ്. അമ്മാതിരി പിള്ളേരാണ്ടാ. ഞാൻ ആദ്യം ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേനായിരുന്നു. പക്ഷേ മറ്റേവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തേനെ കൊടുക്കുക. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇപ്പം ഉണ്ടാ. ഞാൻ എന്തായാലും അങ്ങനെ കഴിക്കില്ല. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാം. ഏതെങ്കിലും പാവപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ അവനിക്ക് കൊടുക്കാട്ടാ. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്താ പറയുക, പൈസ വേണമെന്നാ പിള്ളേർക്ക്. അവരെ കണ്ടതിനുള്ള സന്തോഷത്തിൽ നമ്മൾ വീഡിയോ എടുത്തേട്ടോ. പക്ഷേ അവന്മാർക്ക് പൈസ മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ ബാക്കിയുള്ള പിള്ളേർ എന്തെങ്കിലുമൊക്കെ ആദ്യം ഹായ് കാണിക്കാൻ വന്നു. പക്ഷേ ഇപ്പം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അവന്മാർ പൈസയുടെ കാര്യം വീണ്ടും നമ്മളോട് ചോദിച്ചേട്ടാ. പക്ഷെ എന്ത് പിള്ളേരാണല്ലേ, പറഞ്ഞിട്ട് കാര്യമല്ലോ. എന്തെങ്കിലും ഇവിടെ അവർക്കൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം, തിന്നാനും അങ്ങനെ വല്ല ഇത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് അറിയാണ്ടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ബായ് ബായ് ബായ്. ഈ പിള്ളേർ കുഴപ്പമില്ല കേട്ടാ. ബായ്. एक शेक हैंड करो. शेक हैंड. हाय, आई एम फ्रॉम केरला. You from Kerala? Yes. Hi. പാവം പിള്ളേരേട്ടാ. Your cycle is very small. Yes. Thank you. Yes. Thank you. Yes. നമ്മളെ ഇപ്പം കണ്ട പിള്ളേർ അവന്മാർ കുഴപ്പമില്ലാട്ടോ. അവന്മാർ അങ്ങനെ പൈസ ഒന്നും പറഞ്ഞല്ല. അവന്മാരെന്നാ എന്നെ കണ്ടതിന് ആ സന്തോഷത്തിൽ അവന്മാർ ഇങ്ങനെ ഓടി വന്നിട്ടാ. എന്താല്ലേ, ഞാൻ അതുകൊണ്ടാണ് അവന്മാരെ വീഡിയോ എടുത്തത്. എനിക്ക് അത് എടുക്കണമെന്ന് തോന്നി. അടിപൊളി പിള്ളേരാണ്ടാ. വന്ന് ക്ഷയിക്കാണ്ട് വന്ന് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് അവന്മാർ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാ. എനിക്ക് ഭയങ്കര സന്തോഷപ്പെട്ടാ. കാരണം മറ്റേ പിള്ളേർ എന്താണല്ലേ പൈസ എന്ന് ചോദിച്ചിരുന്ന പിള്ളേർ അവന്മാരുടെ അടുത്ത് നിന്ന് മാറി ഉമ്മാരുടെ അടുത്ത് നിന്നപ്പോൾ എന്ത് സന്തോഷം നോക്കി. ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഹാപ്പിനെസ്. നമ്മളെ നേരത്തെ വന്നോക്കി ഇവിടെ മുളകളൊക്കെ കണ്ടില്ലേ. അത് സംഭവം എന്താണെന്ന് അറിയാമോ? ഇതേപോലെ ഒരു കട്ട് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷീറ്റാക്കി വെക്കും കേട്ടോ.
ഈ കാണുന്നത് ഫുള്ള് കയറ്റിയേക്കാൻ വേണ്ടിയാണ്ടാ ഗുജറാത്ത്. ഏതോ കിതർ ജായക ഗുജറാത്ത്. അച്ഛാ ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. കാരണം ഇവർ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുളകൾ വെട്ടിയിട്ട് ഇതേപോലെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അതായത് ചെങ്ങാടങ്ങൾ പോലെ ഉണ്ടാക്കും, അതിൽ നിന്ന് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഹായ് ഹായ് കറോ നാളെ ഹായ് ഭയ്യ. ये पूरा गुजरात जाएगा पूरा. अच्छा अच्छा अच्छा. ഇത് വന്നിട്ട് ശരിക്കും ഇതെന്താ പറയുക, പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ബുക്കുകൾ പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത്. അത് ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ആണ് ഇവർ കൊടുത്തു കൊണ്ടേട്ടാ. കണ്ടില്ലേ, പുള്ളി ഇങ്ങനെ കട്ട് ചെയ്യും, ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിക്കും, എന്നിട്ട് ഇതേപോലെ ആക്കും, എന്നിട്ടാണ് ഇതേപോലെ കെട്ടി വെക്കണേട്ടാ. ഇഷ്ടംമാതിരി വന്ന കുഴപ്പമുണ്ടേട്ടാ. ഇവർക്ക് ഇതൊക്കെയാണ് മെയിൻ വരുമാനവും കാര്യങ്ങളൊക്കെ കേട്ടാ. ഈ ഒരു നാടിൻ്റെ മെയിൻ വരുമാനം കേട്ടോ ഇത്. നമ്മൾ വന്നേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെങ്ങാടങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയിട്ടാ. ഹായ് ഭയ്യ. ബന്ധു क्या तेलियामरा बस्ती तेलियामरा. अच्छा इधर में बाम्बू लेके जाएगा. अच्छा अच्छा. आपका नाम क्या है? अच्छा डबरमा. अच्छा दिल्ली. अच्छा अच्छा. ഒരു ഇത് കട്ട് ചെയ്ത് വെച്ചേക്കണേട്ടാ, മറ്റേവർ ചെയ്തേക്കണ പോലെ. അതും കയറ്റി വിടാനായിട്ടാ. ये भी गुजरात जाएगा ये पूरा. अच्छा നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാനഗർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കേട്ടോ. ये जगह का नाम क्या है? गंगानगर. आपका नाम क्या है? अमित. अमित. ओ आपका नाम क्या है? दुसाल. अच्छा ये तो डिस्ट्रिक्ट कौन सा है? धोलाई डिस्ट्रिक्ट है ना. अच्छा 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 अच्छा. നമ്മളിവിടെ ഇന്ന് നമ്മളിവിടെയാണ് താമസിക്കുക. നമുക്ക് ഇന്ന് വന്നോയ്ക്ക് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവർ നമുക്കൊരു സ്ഥലം റെഡിയാക്കി തന്നിട്ട് തങ്ങാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കണേട്ടാ. റോഡും കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര മോശമുണ്ടാ. അതായത് ഇവിടെ നമ്മൾ അടുത്ത ദിവസം നെക്സ്റ്റ് ജഗह का नाम क्या है? आगे जगह का नाम है गंडसारा. गंडसारा. वो जगह तो रास्ता खराब है ना. ഇവിടുത്തെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കണോണ്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളും. ഇന്ന് മാർക്കറ്റ് ദിവസമാണ്. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ടാകുന്ന കേട്ടോ. ഇപ്പോഴാണ് ആൾക്കാരെല്ലാം കുറഞ്ഞത്. आज तो मार्केट दिन है ना. हाँ. अच्छा ये मार्केट का नाम क्या है? शुक्रवार बाजार. शुक्रवार बाजार. अच्छा अच्छा अच्छा. എന്നിട്ട് ഇവരുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ അത്യാവശ്യം പോലീസുകാരും പിന്നെ TSR എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കാരണം പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കണം. ऐसे ही लोग राइस लगाते हैं. ये सही है ना. ये पूरा धान है ना, റൈസ് है ना. ഈ കാണുന്നത് മൊത്തം അരിയാണ് കേട്ടോ, നെൽകൃഷിയാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ പോണത് സ്ഥലം നോക്കി, അടിപൊളി സ്ഥലമാണ്. ഈ പൂരായേ. അച്ഛാ കണ്ടില്ലേ, ഇത് മൊത്തവും അരിയാണ് കേട്ടോ. അവരെല്ലാം ഇങ്ങനെയാണ്. അതായത് നമ്മളവിടെ നിരപ്പായ സ്ഥലങ്ങളിൽ ഒറ്റ ഇതിലെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ये तो रुई है. हाँ देखो रुई मतलब जो हम तकिए के अंदर डालते हैं ना. ഇത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. अच्छा ये तो मिक्सड है ना. इതെല്ലാം मिक्स सब कुछ लगाते हैं. यहाँ फल और जो हमारा भुट्टा है ना, हाँ यही पे लगाते हैं. अच्छा अच्छा अच्छा. ഇത്ര ഇവിടെ എല്ലാം മിക്സഡ് ആയിട്ടാണ് ഇവർ നടുന്നത്. കണ്ടില്ല, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെടികൾ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്ടെല്ലാം. बट अच्छा जगह है पूरा. ഫുള്ള് അരിയാണ് കേട്ടോ, നെൽകൃഷിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാണ്ട് ഇറങ്ങിയ കേട്ടോ. ये उन लोगों का घर है ना. तो कहते हैं मतलब हमारे लैंग्वेज में बोलते हैं इसको तोंगोर. तोंगोर. ये बस मतलब बंगाली और देवरमान में बोलते हैं इसको माचांग. क्या? माचांग. हाँ तो माचांग है ना. ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. ഇതിൽ ആടിനെ വളർത്തുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഇതേപോലെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ ഇവർ പറഞ്ഞാൽ. നമ്മൾ ജസ്റ്റ് ഞാൻ പറയാം നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവർ ഓരോരോ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തന്നെയുണ്ടാവും. ഉദർ ബി ഹെ കേത്ത് है ना उधर. ओ उधर में क्या है खेत? वो है क्या कहते हैं रबर. रबर है ना.
अच्छा इधर रबर है ना हमारे केरला में है इधर रबर है ना ज़्यादातर हमारे इंडिया को रबर देता है हमारा त्रिपुरा ही। नहीं फर्स्ट केरला है इसका बाद त्रिपुरा है मतलब है ना पुराना टाइम में ना केरला में बहुत आएगा इधर भी रबर बोर्ड है ना गवर्नमेंट का उधर में केरला का आदमी बहुत है इस टाइम तो कम है पता नहीं अभी पूरा 2025 में टॉप है हमारा त्रिपुरा ही। अच्छा 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 ഇവിടെ ത്രിപുരയിൽ ഒരുപാട് റബ്ബറും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്നാണ് വന്നത് പക്ഷെ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്